ഇന്നലെ നമ്മൾ സൗത്ത് ഗോവയൊക്കെ കണ്ടു. ഇവിടെയായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. ഇത് മിസ്ട്രൽ ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേ ആണ്. അവിടെ തന്നെ സദേൺ ഗോവയിലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇന്നലെ നമ്മൾ കഴിച്ച റെസ്റ്റോറൻറ്റൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ഒരു ഹോം സ്റ്റേ പോലെയാണ്, ഒരു ചേച്ചി നടത്തുന്നതാണ്. അപ്പോൾ ഇവിടേക്ക് വരാനുള്ള വഴി ഇതാണ്. അവിടെ തന്നെ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. റൂംസ് വരുന്നത് ഈ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് കേട്ടോ. ആ 3 റൂമുകളിൽ ഒന്നാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ഗോവയിൽ. ഇപ്പം നമ്മൾ ബോഗ്മാലോ എന്ന് പറഞ്ഞ ബീച്ചിൻ്റെ അടുത്തുള്ളത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയേക്കാം. ഇനി ഇത് കഴിഞ്ഞാൽ 1-2 പ്ലേസസ് കൂടി കാണുന്നുണ്ട്. നമുക്കിനി ഇന്ന് ഹോട്ടലിൽ ചെക്കിൻ 2 മണിക്കാം താജിൽ. അപ്പോൾ അതിനു മുമ്പ് 1-2 ലൊക്കേഷൻസിൽ പോകണം. എന്തൊക്കെയായിരുന്നു സ്ഥലത്തിൻ്റെ പേര്? ഡോണാപോള വ്യൂ പോയിന്റും ഡോണാപോള ബീച്ചും. അതിനൊന്നും കൂടി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 മണിയാകുമ്പോൾ ഹോട്ടലിൽ ചെക്ക് ചെയ്യും. ഒരു സർപ്രൈസ് ഉണ്ട്, ഞങ്ങളത് താജിൽ പോയി കഴിഞ്ഞിട്ട് പറയാം. ഇതാണ് ബൊഗ്മാലോ പറഞ്ഞ ബീച്ച്. ഇത് നമ്മൾ സൗത്ത് സൈഡിൽ നിന്ന് നോർത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന, അതായത് ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. ഇവിടെ കുറേ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഒരു 11 മണി ആയപ്പോൾ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ. ഇത് കണ്ടു, പാരച്യൂട്ട്, അതേപോലെ തന്നെ ബനാന റൈഡ്, പിന്നെ വേറെ ഇങ്ങനെ 2 പേർക്ക് കടന്നു പോകാനുള്ള റൈഡ്, അങ്ങനെ എന്തൊക്കെയോ റൈഡുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാച്ചിട്ട് കയറിയിട്ടുള്ളതാണ്. ഇത് ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. നല്ല രസമല്ലേ നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെ ബീച്ചൊക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ ഇവിടെ പിസ്സ ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്, അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സീഷെൽ എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ചിലേക്കാണ് പോകേണ്ടത്. കുറച്ചും കൂടി നോർത്തിലേക്ക് പോകുമ്പോഴാണ്, അതായത് സെൻട്രൽ റീജിയനിൽ തന്നെയാണ് ഇന്നത്തെ സ്റ്റേ യാത്ര ഒക്കെ ഉള്ളത്. നമ്മളിനിപ്പോൾ കയറാൻ പോകുന്നത് സുവാരി ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രിഡ്ജാണ്. ഇത് 2022 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞത്. സൗത്ത് ഗോവയും നോർത്ത് ഗോവയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മെയിൻ ബ്രിഡ്ജാണ്. ഇത് ഒരു 1/2 കിലോമീറ്ററിന് മുകളിൽ ലെങ്ത് ഉണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട്. പിന്നെ അധികം വണ്ടികളൊന്നും കാണുന്നില്ല. നമ്മുടെ NH66 ആണ് ഈ പോകുന്നത് ഇതിൻ്റെ മുകളിൽ കൂടെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും 3 ലൈൻ റോഡൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അത്ര അങ്ങനെ തിരക്കൊന്നും തോന്നുന്നില്ല. നല്ല അടിപൊളി റോഡാണ്. നമുക്ക് ഈസി ആയിട്ട് ഒരു 100-120 പോകാം. രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള സീഷെൽ എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ചിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ തന്നെ നിറയെ കക്കയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നമ്മൾ സീഷോറിൻ്റെ അടുത്തേക്ക് എത്താറായപ്പോൾ നിറയെ കക്കകളൊക്കെ നിലത്തെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനി ഇതിനെ സീഷെൽസ് ബീച്ച് എന്ന് പറയണതെന്ന് അറിയില്ല. നമുക്ക് നോക്കാം, എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. നേരത്തെ എത്തിച്ചു നോക്കുക കേട്ടോ എന്തൊക്കെയുള്ളതെന്ന് അറിയാൻ. ഞങ്ങളപ്പോൾ താഴേക്ക് ഇറങ്ങി. ഇവിടെ ഇപ്പം അധികം ആരെയും കാണാനില്ല. പക്ഷെ ഇതല്ല കേട്ടോ എക്സാക്റ്റ് ലൊക്കേഷൻ കാണിക്കുന്നത്. കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടാണ് കാണിച്ചിരുന്നത്. അതൊരു കാടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള വഴി. അവിടെ നിന്ന് ആരും കാണാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടി ആളുകളുള്ള സ്ഥലം നോക്കിയിട്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെ ഒന്നും അത്രയ്ക്ക് കാണാനില്ലല്ലോ. പിക്ചറിലൊന്നും കാണുന്ന പോലെ ഒന്നും കാണാനില്ല. നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാം എന്താ എവിടെയാണ് ഇത് കാണുന്ന അറിയില്ല. ചിലപ്പോൾ ആ മണ്ണ് പോലെ കാണുന്ന ഭാഗത്താവും. ഇതാ ഈ ഭാഗം കണ്ടോ, ഇവിടെയൊക്കെ നിറയെ കക്കയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ബീച്ചിൻ്റെ സൈഡിൽ നമ്മൾ നടക്കുമ്പോൾ അങ്ങനെ കുറേ ടൈപ്പ് സീഷെൽസ് കാണാം. ഇതാ കണ്ടോ, ഈ ടൈപ്പിലുള്ളതുണ്ട്, പിന്നെ വേറെ ഉണ്ട്, പല ഡിസൈനിലുള്ള ഷെൽസുകളുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കണ ഏതോ ഒരു റിസോർട്ടോ അതോ ഹോട്ടലിൻ്റെ ബാക്കിലാട്ടോ. ഇതാ ഈ ഏരിയയിലൊക്കെ കുറച്ചും ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഇവിടെയൊക്കെ നിറയെ കല്ലും ഷെല്ലും ഒക്കെ കൂടി മിക്സായിട്ട് കിടക്കണ കാണാം. നല്ല ഭംഗിയുള്ള എന്ത് രസമൊക്കെ കാണാൻ. പിന്നെ ഞാനിവിടുന്ന് കുറേ ഷെല്ലൊക്കെ പറക്കിയെടുത്തു കേട്ടോ. ഒരു രസമല്ലേ, മെമ്മറി. അങ്ങനെ നമ്മൾ താജിലെത്തിയിട്ടോ. മോസ്റ്റ് എക്സൈറ്റഡ് ആയിട്ടുള്ള മൊമെൻറ്റ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ താമസിക്കാൻ പോകുന്നത്.
അപ്പോൾ ഇവിടെ താജ് സിഡാഡെ പറഞ്ഞിട്ടാണ് ഇതുള്ളത്. ഹെറിറ്റേജും ഉണ്ട്, ഹൊറൈസനും ഉണ്ട്. അപ്പോൾ നമ്മൾ റൂം എടുത്തിട്ടുള്ള ഹൊറൈസണിലാണ്, അങ്ങോട്ടുള്ള വഴി കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റേ ഫുൾ ഫ്രീ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടാം. മാത്രമല്ല നിങ്ങൾക്കും ഇതിൽ ഫ്രീ ആയിട്ട് നിൽക്കാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ വന്നപ്പോൾ തന്നെ അവർ വെൽക്കം ചെയ്തു, ഒരു ശംഖിൻ്റെ മാലയൊക്കെ ഇട്ടുന്നിട്ട് വെൽക്കം ചെയ്തു ഞങ്ങളെ. എന്നിട്ട് ഇതാ ഞങ്ങൾക്ക് ഒരു വെൽക്കം ഡ്രിങ്കൊക്കെ തന്നു. അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളെ റൂം കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, എനിക്കൊരു പൈനാപ്പിളിൻ്റെ ഡ്രിങ്കും ഏട്ടനെന്താ കുക്കുമോ അങ്ങനെ എന്തൊരു സാധനം. അപ്പോൾ താജിൽ നിന്ന് ഞങ്ങളൊരു രാത്രിയായപ്പോൾ പുറത്തിറങ്ങി ഇവിടെ ഡിന്നർ കഴിക്കുക. അതേപോലെ തൊട്ടടുത്തുള്ള ഒരു വ്യൂ പോയിൻ്റ് ആയിട്ടുള്ള ഡോണോപോള പറഞ്ഞ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ നന്നായി അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ദിവാലി ടൈമല്ലേ, അപ്പോൾ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാൻ പറ്റും. ഇവിടേക്ക് ഇപ്പോൾ കയറാനായിട്ട് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടാണുള്ളത്. ഈ ഏരിയ എന്ന് പറയുന്നത് ഒരു കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു പോയിൻ്റാണ്. ഒരു 3ൻ്റെ ഒരു ഷേപ്പൊക്കെ പോലെ, നമ്മൾ ആ 3ൻ്റെ നടുഭാഗത്തായിരിക്കണേ. ആ കാണുന്ന ഏരിയയിൽ നിന്നാണ് നമ്മളിപ്പോൾ വന്നത്. നമ്മുടെ സിഡാഡെ ഗോവ ഇല്ലേ താജിൻ്റെ, അത് ആ ഏരിയയിലാണ്. അവിടെ നിന്ന് ഒരു 1.5-2 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ഥലമായി കഴിഞ്ഞു. പിന്നെ ഇവിടെ നമുക്ക് മെയിനായിട്ട് 2 സ്ഥലം കാണാനുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കുറച്ച് നീളത്തിൽ ഒരു ജെട്ടി ഏരിയ പോലെയുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലാണെങ്കിൽ ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടാണ് നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. അപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള സീപ്പബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. ഇത് ഏകദേശം ഡോണാപോളയ്ക്ക് തന്നെ നമുക്ക് വ്യൂ കിട്ടുന്ന ഒരു നല്ല റെസ്റ്റോറൻറ്റാണ്. നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വന്നിട്ടുള്ളതാണ്. നല്ല ലൈവ് മ്യൂസിക് കേൾക്കാം, കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് ഇരുന്നിട്ട് ഡിന്നർ കഴിക്കാം. ഡിന്നർ കഴിച്ച് തിരിച്ച് നമ്മൾ താജിലെത്തി. ഇവിടെ ചെക്കിങ് ഉണ്ട് കേട്ടോ, അത് കഴിഞ്ഞിട്ടേ കയറ്റുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ നന്നായി ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് നമ്മളെ റൂമിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ അപ്സ്റ്റെയറിലൊക്കെ ഒന്ന് പോയി നോക്കണം. അവിടെ എന്തോ പൂളുണ്ട്, പിന്നെ രാത്രിയിലത്തെ വ്യൂ ഒക്കെ കാണാൻ പറ്റും, അങ്ങനത്തെ ഉണ്ട്. നാളെ നമുക്ക് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റാണ്, അപ്പോൾ അതുണ്ട്. ഇതാണ് താജിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ കൂടിയാണ് നമ്മൾ ഇന്ന് രാവിലെ വന്നിട്ടുള്ളത്. ഇത് രാത്രിയുള്ള വ്യൂ ആട്ടോ ഇവിടേക്കുള്ള. പിന്നെ ഇതാ ഇവിടെ നിന്ന് നോക്കിയാൽ ഫുൾ സിറ്റി നമുക്ക് കാണാൻ പറ്റും. എന്ത് രസമാണ്, ഇങ്ങനെ വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാം. ഇന്നപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താജ് മൊത്തം എക്സ്പ്ലോർ ചെയ്യലായിരുന്നു. ഇനിയിപ്പോൾ നാളെ തുടങ്ങി നമ്മൾ ഗോവയുടെ കുറച്ചും കൂടി നോർത്തേൺ സൈഡിലേക്കൊക്കെ പോകും. കുറച്ചും കൂടി ആക്റ്റീവായിട്ടുള്ള ബീച്ചസും നൈറ്റ് ലൈഫും അങ്ങനെയൊക്കെയുള്ള ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യാൻ പോകും. അപ്പോൾ ഞങ്ങളുടെ ഇതുവരെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക. അവർക്കപ്പോൾ ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു.